ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു മൈ ചാനൽ ലോഡ് സ്റ്റാർ. നമ്മൾ ഇന്നിവിടെ ക്ലാസ് 6ലെ 7th ചാപ്റ്ററായ സാത്തി ഹാത്ത് ബഡാന ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പിന്നെ ഭാഷാ കി ബാത്തിലെ കുറച്ച് ഗ്രാമറൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ചിൽഡ്രൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. इस गीत की किन पंक्तियों को तुम आप अपने आसपास की ज़िंदगी में घटते हुए देख सकते हो? ഈ പോയത്തിൽ ഏത് വരികളാണ് നിങ്ങളുടെ ആസ്പാസ് കി സിന്ദഗിമേം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നത്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയുള്ള ഏത് ലൈനാണ് ഈ പോയത്തിൽ ഏത് കിൻ പങ്ക്തിയോംകു ഏത് വരികളിലാണ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ജീവിതത്തിൽ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇസ് ഗീത് കി നിമ്നലിഖിത് പങ്ക്തിയോംകു ഹം അപ്നെ ആസ്പാസ് की जिंदगी में घटते हुए देख सकते हैं. साथी हाथ बढ़ाना, एक अकेला दग जाएगा मिलकर बोझ उठाना. साथी हाथ बढ़ाना, हम मेहनत वालों ने जब भी मिलकर कदम उठाया. सागर ने रास्ता छोड़ा, पर्वत ने शीश झुकाया. फौलादी है सीने अपने, फौलादी है बाहें. ഹം ചാഹേ തോ ചട്ടാനോമേം പൈതാ കർദേ രാഹേ. അപ്പം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വരികൾ ഏതൊക്കെയാണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സാഗർ ने रास्ता छोड़ा, पर्वत ने शीश झुकाया. സാഹിർ ने ऐसा क्यों कहा है, लिखो. അപ്പോൾ സാഹിർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഈ വരികളുടെ അർത്ഥം എന്താണ്? സാഗറിനെ രസ്ത ചോട പർബത്തിനെ സീസ് ചുഖായ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സാഹിർ ने ऐसा इसलिए कहा क्योंकि एक साथ मिलकर काम करने से बड़ी सी बड़ी बाधाओं में भी रास्ता निकाल आता है, यानी काम आसान हो जाता है. സാഹിർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാത്ത് മിൽക്കർ കാം കർണേസെ നമ്മൾ ഒന്നിച്ച് ചേർന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ ബഡി സെ ബഡി ബാധാവോ മേ ബി അല്ലേ വളരെ കഷ്ടമുള്ള ജോലികൾ പോലും റസ്ത നിക്കാൽ ജാത്താ ഹെ നമുക്ക് എത്ര വലിയ പ്രതിബന്ധങ്ങൾ പോലും മാറ്റി നമുക്കവിടെ ആ വഴി സൃഷ്ടിക്കാനായിട്ട് നമുക്ക് പറ്റും. യാനി കാം ആസാൻ ഹോ ജാത്താ ഹെ അതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ ആ ജോലി നമുക്ക് എളുപ്പമുള്ളതാക്കി തീർക്കാനായിട്ട് പറ്റും അല്ലേ. ഒരാൾ ചെയ്യുന്ന ജോലി രണ്ടാളോ മൂന്നാളോ ചെയ്യുകയാണെങ്കിലോ അത് എളുപ്പത്തിൽ തീരുകയും ചെയ്യും. ഒരാൾ അനുഭവിക്കേണ്ട അത്രയും കഷ്ടപ്പാട് മൂന്നാൾക്കും കൂടി ഷെയർ ചെയ്യുമ്പോൾ ആ കഷ്ടവും കുറയും, ആ ജോലിയുടെ ടൈമും കുറച്ച് വേഗത്തിൽ നടക്കും അല്ലേ, എല്ലാം എളുപ്പത്തിലാവും. അപ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. साहसी व्यक्ति सभी बाधाओं पर आसानी से विजय पा लेता है क्योंकि एकता और संगठन में शक्ति होती है जिसके बल पर वह पर्वत और सागर को भी पार कर लेता है. അപ്പോൾ സാഹസി വ്യക്തി ഒരു സാഹസിയായിട്ടുള്ള ഒരു മനുഷ്യൻ സബി ബാധാവും പർ എല്ലാ തടസ്സങ്ങളിലും ആസാനിസി വിജയിപ്പാ ലേത്താ ഹെ വളരെ എളുപ്പത്തിൽ തന്നെ അതിനെയൊക്കെ വിജയിച്ച് മുന്നേറാനായിട്ട് പറ്റും. ഒരു സാഹസിയായിട്ടുള്ള വ്യക്തിക്ക് അല്ലേ എല്ലാ തടസ്സങ്ങളും ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാനായിട്ട് എല്ലാ തടസ്സങ്ങളും എളുപ്പത്തിൽ മുന്നേറാനായിട്ട് പറ്റും. ക്യോംകി ഏകത ഓർ സംഘടനമേം ശക്തി ഹോത്തി ഹെ എന്തുകൊണ്ടെന്നാൽ ഐക്യത്തിലും ഒരുമയിലുമാണ് ശക്തിയുള്ളത്. ജിസ്കെ ബൽ പർ വഹ് പർവത് ഓർ സാഗർ കോ ബി പാർ കർ ലേത്താ ഹെ. അപ്പോൾ ആ ഒരു ബലം കൊണ്ട് ആ ഒരുമയുടെ ബലം ആ ഒരു ഐക്യത്തിൻ്റെ ബലം കൊണ്ട് നമുക്ക് പർവ്വതത്തിനെയും സമുദ്രത്തിനെയും സാഗറിനെയും പർവ്വതത്തിനെയും പോലും മറികടക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും എന്നാണ് ഈ വരികളിലൂടെ കവി അർത്ഥമാക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, गीत में सीने और बाहों को फौलादी क्यों कहा गया है?
ഈ പോയത്തിൽ സീനെ ഓർ ബാഹോം അല്ലേ, നമ്മുടെ നെഞ്ചിലും കൈകളിലും ഒക്കെയാണ് ശക്തിയുള്ളത്. ഫൗലാദി ക്യോം കഹാ ഗയാ ഹെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന്. सीने और बाह को फौलादी इसलिए कहा गया है, നമ്മുടെ നെഞ്ചിലും അതുപോലെ കൈകളിലും ഒക്കെയാണ് ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്യോംകി ഹമാരെ ഇരാദെ മസ്ബൂത്ത് ഹെ അല്ലേ, നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ഹമാരെ ബാജുമേം അപാർ ശക്തി ഹെ, നമ്മുടെ കൈകളിൽ ആംസിൽ അപാരമായിട്ടുള്ള ശക്തിയുണ്ട്. ഹം താക്കത്വർ ഹെ, നമ്മളെല്ലാവരും ഭയങ്കര ശക്തിശാലികളാണ്. ഹം ബൽവാൻ ഹെ അല്ലേ, നമ്മൾ നല്ല ബലശാലികളാണ്. ഹമാരി ബാഹ്യം ഫൗലാദി ഇസ്ലിയെ ബി ഹെ, അതുകൊണ്ടാണ് നമ്മുടെ കൈകളിൽ ഇത്രയും ശക്തി ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. कि इसमें असीम कार्यक्षमता का पता चलता है. हमारी बाजुएं काफ़ी शक्तिशाली भी है. നമ്മൾ കൈകളിൽ നല്ല ശക്തിയുണ്ട്, അതുകൊണ്ട് അസീം കാര്യക്ഷമത, അതിന് അതിരുകളില്ലാത്ത അസീമമായിട്ടുള്ള ഒരു കാര്യക്ഷമതയാണ് നമുക്കുള്ളത്. അപ്പം നമ്മുടെ കൈകളിലും അതുപോലെ നമ്മുടെ നെഞ്ചിലും, അതായത് നെഞ്ചിൽ മീൻസ് നമ്മുടെ മനസ്സിലുള്ള ശക്തിയാണ് അല്ലേ. നമ്മുടെ ശരീര ബലത്തേക്കാൾ മാനസിക ബലമാണ്. നമുക്ക് ഓരോ ചാലഞ്ചും നമുക്ക് അത് വിജയിച്ചിട്ട് നമുക്ക് മുന്നേറാനുള്ള ഒരു ശക്തി എന്ന് പറയുന്നത്, ഊർജം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഒരു ശക്തിയാണ്, ശാരീരിക ശക്തിയേക്കാളും വേണ്ടത്. അപ്പോൾ ആ മാനസികമായിട്ടുള്ള ശക്തിയും അതുപോലെ നമ്മുടെ കൈയിൻ്റെ കരുത്ത്, കൈയിൻ്റെ ബലം, അത് രണ്ടും നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും മുന്നേറാനായിട്ട് പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. ഗീത് സെ ആകെ എന്നൊരു ഹെഡിങ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, अपने आसपास तुम किसे साथी मानते हो और क्यों? इससे मिलते जुलते कुछ और शब्द गोज कर लिखो. अपने आसपास, നിങ്ങളുടെ ചുറ്റുപാടും, തും കിസെ സാത്തി മാൻതേ ഹോ ഓർ ക്യോം, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളതിൽ നിങ്ങൾ ആരെയാണ് നിങ്ങളുടെ സാത്തി ആയിട്ട് അല്ലേ, കൂട്ടുകാരനായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്, അത് എന്തുകൊണ്ടാണ്? ഇസ്സെ മിൽത്തെ ജുൽത്തെ കുച്ച് ഓർ ശബ്ദ ഗോജ് കർ ലിഖോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ശബ്ദങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. आंसर നോക്കാം. हमारे माता पिता, भाई बहन, मित्र, सहपाठी, शिक्षक, पड़ोसी, ये सभी हमारे साथी है. കണ്ടോ, നമ്മുടെ ചുറ്റുപാടുമുള്ളതിൽ നമ്മൾ സാത്തിയായിട്ട് കണക്കാക്കുന്നത് അല്ലേ, അച്ഛനും അമ്മയും, അതുപോലെ ബായി, ബഹൻ, മിത്ര, സഹപാഠി. സഹപാഠി എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്, കൂടെ പഠിക്കുന്ന കുട്ടി, സഹപാഠി. ശിക്ഷക്, അധ്യാപകൻ. പടോസി എന്ന് വെച്ചാൽ നൈബർ അല്ലേ. ये सभी हमारे साथी है क्योंकि ये सब हमें किसी न किसी रूप में सहयोग करते हैं. എന്തുകൊണ്ടാണ് ഇവരെ നമ്മൾ സാത്തിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്? അവരെ കിസീന കിസി റൂപമേം സഹयोग करते हैं, നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിൽ അല്ലേ, ഏതെങ്കിലും ഒരു തരത്തിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാത്തി സെ മിൽത്തെ ജുൽത്തെ ശബ്ദ ഹേ, അപ്പം സാത്തിയുമായിട്ട് യോജിക്കുന്ന ചില ശബ്ദങ്ങളാണ് പറയുന്നത്. സഹായക്, സഖ, സംഖി, സഹചർ, ശുഭചിന്തക്, മിത്ര, മീത് ആദി. അപ്പം സാത്തി എന്ന ആ ഒരു വാക്കിനോട്, അതിൻ്റെ മീനിങ്ങിനോട് യോജിച്ച് നിൽക്കുന്ന, അർത്ഥവത്തായിട്ടുള്ള, സാത്തി എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥത്തിനോട് യോജിക്കുന്ന ചില വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. സാത്തി സെ മിൽത്തെ ജുൽത്തെ ശബ്ദ ഹേ സഹായക്, सखा, संघी, सहचर, शुभचिंतक, मित्र, मीत आदि. नेक्स्ट क्वेश्चन, अपना दुख भी एक है साथी, अपना सुख भी एक. कक्षा, मोहल्ले और गाँव, शहर के किस किस तरह के साथियों के बीच तुम्हें इस वाक्य की सच्चाई महसूस होती है और कैसे? അപ്ന ദുഃഖ് ബി ഏക് ഹേ സാത്തി സുഖ് ബി അല്ലേ, അതായത് നമ്മുടെ സുഖവും ഒന്ന് തന്നെയാണ് ദുഃഖവും ഒന്ന് തന്നെയാണ് എന്ന ഈ വരികളിൽ
മൊഹല്ലെ ഓർ ഖാവ്, നമ്മുടെ പ്രദേശം, അതുപോലെ ഗ്രാമം, അല്ലെങ്കിൽ ഷഹർക്കെ അല്ലെങ്കിൽ പട്ടണത്തിലെ ഏതൊക്കെ തരത്തിലുള്ള കിസ് കിസ് തരഹ്കെ സാത്തിയോം കെ ബീച്ച്, ഏതൊക്കെ തരത്തിലുള്ള ഇഷ്ടംപോലെ ഫ്രണ്ട്സും കൂട്ടുകാരുണ്ടാവും അല്ലേ നമുക്ക്. അപ്പോൾ ആ കൂട്ടുകാരിൽ ആരുടെ അടുത്താണ് നമുക്ക് ഈ വാക്യത്തിൻ്റെ ആ ഒരു മീനിങ് അല്ലെങ്കിൽ ആ ഒരു സത്യസന്ധമായിട്ടുള്ള ഈ സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്, ആ ഒരു അനുഭവം നമുക്ക് ആരിലാണ് ശരിക്കും ഉള്ളത്? നമ്മുടെ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ പട്ടണത്തിലുള്ള എവിടെയുള്ള കൂട്ടുകാരാണ് ശരിക്കും ഇങ്ങനെ ഈ പറയുന്ന വാക്കിനോട് യോജിക്കുന്നതെന്ന് നോക്കാം. കുച്ച് ബാത്തോം കെ സംബന്ധ മേം ഹം അപ്നെ സാത്തിയോം സെ ജുഡെ ഹോത്തെ ഹെ, ചില കാര്യങ്ങളെ സംബന്ധിച്ച് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ ഒന്ന് ചേർത്ത് നിർത്തുകയാണ്, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് അവരെ ഒരുമിച്ച് നിർത്തുകയാണ്. ഇൻ മാമലോമേം ഹമാരി സോച്ച് ഏക് ഹോത്തി ഹെ ഓർ ഹമാരെ സുഖ് ദുഃഖ് കി അനുഭൂതി ബി ഏക് ഹോത്തി ഹെ അല്ലേ. ഈ ഒരു ഇതിൽ നമ്മുടെ ഒരു സോച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ഒന്നാണ്. എന്താണ്? ഹമാരെ സുഖ് ദുഃഖ് കി അനുഭൂതി ബി ഏക് ഹോത്തി ഹെ, നമ്മുടെ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് നമുക്ക് ഒരുപോലെയുള്ള ഒരു അനുഭൂതിയാണ് അല്ലേ. ഉദാഹരണം കേലി അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. പാനി ബിജലി കി കമ്മി അല്ലേ, ബിജലി കി കമ്മി, ട്രാഫിക് ജैसे रोजमर्रा की कुछ बातों के संबंध में हम अपने साथियों से जुड़े होते हैं. അപ്പോൾ ചില കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് ഒന്ന് ചേർത്ത് നിർത്തി അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ നമുക്കതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇൻ മാമലോമേം ഹമാരി സോച്ച് ഏക് ഹോത്തി ഹെ, ഈ കാര്യത്തിലൊക്കെ നമ്മുടെ ചിന്ത ഒന്നായിരിക്കും. ഓർ ഹമാരെ സുഖ ദുഃഖിക്ക് അനുഭൂതി ബി ഏക് ഹോത്തി ഹെ, അപ്പം നമ്മുടെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ അല്ലേ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മളെല്ലാവരുടെയും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാര്യം ഒന്നാണ് അല്ലേ. നമ്മളെല്ലാവരും സുഖം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ സന്തോഷിക്കുകയും ദുഃഖം വരുമ്പോൾ അങ്ങനെ ചില കോമൺ ആയിട്ടുള്ള സന്തോഷങ്ങളും ചില കോമൺ ആയിട്ടുള്ള ദുഃഖങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഉദാഹരണം കേലിയെ പാനി അല്ലേ, വെള്ളം, ബിജലിക്ക് കമ്മി, അതുപോലെ കരണ്ടില്ല അല്ലേ, അത് എല്ലാവരുടെയും ദുഃഖമാണ്. എല്ലാവരും ഒരുപോലെ ദുഃഖിക്കുന്നു. അല്ലെങ്കിൽ കരണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ ദുഃഖിക്കുന്നു. ट्रैफिक जैसी रोज़मर्रा की मुश्किलों से जब हमारा सामना होता है तो हमें लगता है जैसे हमारा दुख एक है അല്ലേ. അതുപോലെ ട്രാഫിക് പോലെയുള്ള ഡെയിലി നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഹമാര സാമന ഹോത്താ ഹേ തോ ഹമേം ലഗ്താ ഹേ, നമുക്ക് തോന്നുന്നത് ജैसे ഹമാര ദുഃഖ് ഏക് ഹേ, നമ്മുടെ എല്ലാവരുടെയും ദുഃഖം ഒന്നാണ്. ഇതെല്ലാവരും കോമൺ ആയിട്ട് അനുഭവിക്കുന്ന ചില ദുഃഖങ്ങളാണ്. അപ്പോൾ എല്ലാവരുടെയും ദുഃഖം ഒന്നാകുന്നു. വഹി ദൂസരി ഓർ പിന്നെ ഇനി വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ വിദ്യാലയക്കേലി പതക് ജീത്തിന് അല്ലേ, നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് നമ്മൾ മെഡൽ നേടുക, അതുപോലെ കക്ഷാമേം അച്ഛ അങ്കിളാന, നമ്മൾ നല്ല ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കുക, അതുപോലെ നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടിയിട്ട് നമ്മൾ മെഡൽ മേടിച്ചു കൊണ്ടുവരിക. और बड़े होकर कुछ बनने की चाह से पता चलता है कि हमारा सुख भी एक ही है. പിന്നെ മുതിർന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ആകണം എന്നുള്ള ആഗ്രഹത്തോടെ മുന്നോട്ട് പോവുക അല്ലേ, ആ ഒരു ആഗ്രഹം ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോൾ ഹമാര സുഖ് ബി ഏക് ഹി ഹെ, നമ്മുടെ സുഖവും ഒന്നാണ്. അതായത് അതിൽ സന്തോഷിക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്കൂളിന് വേണ്ടി പതക്കം മേടിച്ചു, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ഫസ്റ്റ് വന്നു, അങ്ങനെയുള്ള ചില സന്തോഷങ്ങളിൽ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്നു അല്ലേ. അപ്പോൾ ചില സന്തോഷങ്ങളും ചില ദുഃഖങ്ങളും കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ സുഖത്തിൽ സന്തോഷിക്കുകയും ദുഃഖം വരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്ന അതിനെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഇസ് ഗീത് കോ തും കിസ് മാഹോൽ മേം ഗുൻഗുനാ സക്തേ ഹോ, ഈ പോയം ഈ ഗീതം ഏതൊക്കെ പരിപാടികളിൽ നമുക്ക് ഇത് ആലപിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇത് പാടാനായിട്ട് ഏതൊക്കെ അവസരങ്ങളിൽ ഇത് പാടാനായിട്ട് പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ഇസ് ഗീത് കോ സ്വതന്ത്രതാ ദിവസ്, അതുപോലെ സ്വാതന്ത്ര്യ ദിവസത്തിന്, ഗണതന്ത്ര ദിവസ് റിപ്പബ്ലിക് ഡേക്ക്, യാ കിസി സംഘടൻ കി സ്ഥാപനാക്കെ അല്ലേ, എന്തെങ്കിലും ഒരു അത് സ്ഥാപിച്ചിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപിച്ചിട്ട് അവിടെ ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ അവസരത്തിൽ ഗ സക്തേ ഹെ.
गेल के मैदान में भी ले गेल के मैदान में भी यह गीत ഖിലാഡിയോ में जोश पैदा कर सकता है. കളിക്കുന്ന പ്ലെയേഴ്സിന് നല്ല ഒരു ആത്മവിശ്വാസം പകരാനായിട്ട് ഈ സോങ് അവർക്ക് ഉപകരിക്കും. അതുപോലെ ഇപ്പോൾ സ്വാതന്ത്ര്യ ദിവസത്തിനും റിപ്പബ്ലിക് ഡേക്കും അതുപോലെ സംഗठन की स्थापना के अवसर पर गेल के मैदान में खिलाड़ियों को जोश पैदा करने के लिए वैसे तो यह गीत कभी भी गुनगुनाया जा सकता. അപ്പം നമുക്ക് ഈ ഒരു പോയം ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെ ഇത് ആലപിക്കാനായി. पर विशेषकर जब सहयोग और संगठन की शक्ति बतानी हो तब यह गीत महत्व रखता है. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സഹയോഗം, ഒരു കൂട്ടായ്മ, അതുപോലെ ഓർ സംഘടൻ എന്ന് പറഞ്ഞാലും സംഘടൻ കി ശക്തി, ആ ഒരു ഒരുമയുടെ ബലം അല്ലേ, ഒരുമയുടെ ശക്തി, ഐക്യത്തിൻ്റെ മഹത്വം, അത് പറയാനായിട്ടാണ് ഈ ഒരു പോയം ത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇത് നമുക്ക് പാടാം, അല്ലെങ്കിൽ ഈ വരികൾ നമുക്ക് ആലപിക്കാം എന്നാണ് പറയുന്നത്. ഏക് അഖേല ദബ് ജായേഗ മിൽക്കർ ബോझ് ഉടാന. ഒറ്റയ്ക്ക് നമ്മൾ ജോലി ചെയ്യുമ്പോൾ വളരെ ക്ഷീണിച്ചു പോവും, ഒന്നിച്ചിട്ട് നമുക്ക് ഭാരം ഉയർത്താം, അല്ലെങ്കിൽ ഒന്നിച്ച് നമുക്ക് ജോലി ചെയ്യാം എന്നുള്ള ഈ വരികളിൽ അടിസ്ഥാനമാക്കിയിട്ട് ചില ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. തും അപ്നെ ഘർ മേം ഇസ് ബാത് കാ ധ്യാൻ കേസെ റഖ് സക്തേ ഹോ. നമ്മൾ നമ്മുടെ വീട്ടിൽ ഈ ഒരു കാര്യത്തിൻ്റെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. പാപ്പാക്കെ കാം ഓർ മാക്കെ കാം ക്യാ ക്യാ ഹെ. അച്ഛൻ്റെ ജോലികൾ എന്തൊക്കെയാണ്, അമ്മേൻ്റെ ജോലികൾ എന്തൊക്കെയാണ്. ക്യാ വേ ഏക് ദൂസരെ കാ ഹാത്ത് ബാണ്ട്തേ ഹെ. എന്താ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുമോ? അമ്മയുടെ ജോലിയിൽ അച്ഛൻ ഹെൽപ്പ് ചെയ്യുമോ? അച്ഛൻ്റെ ജോലിയിൽ അമ്മ ഹെൽപ്പ് ചെയ്യുമോ? നോക്കാം അല്ലേ. अपने घर के छोटे बड़े कामों में माता पिता का हाथ बांधा कर हम इस बात की ध्यान रख सकते हैं. അപ്പം നമ്മുടെ വീട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള ജോലികളിൽ അമ്മയും അച്ഛനും ഒക്കെ ഹാത്ത് ബാണ്ടാക്കർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് ഹം ഇസ് ബാത് കി ധ്യാൻ റഖ് സക്തേ ഹെ, നമുക്ക് ഈ ഒരു കാര്യത്തിൻ്റെ മിൽക്കർ ബോझ് ഉടാന എന്ന ആ വരികളിൽ അർത്ഥം നമുക്ക് അർത്ഥവത്താക്കാനായിട്ട് ശ്രമിക്കാം. പാപ്പ ഓർ മാക്കോ ബഹുത് സേ കാം കർനെ ഹോത്തെ ഹെ. അച്ഛനും അമ്മയ്ക്കൊക്കെ വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്. യഹാം ഏക് ഓർ പാപ്പ കാര്യാലയ ജാത്താ ഹെ ഓർ ഘർ കെ ലിയെ ആവശ്യക് ബാഹരി കാമോं का ध्यान रखते हैं. वही माँ घर की सफाई, गाना बनाना, कपड़े धोना, हम सबों को पढ़ाई. അപ്പം എന്താണ് ഇവിടെ നോക്കാം. അപ്പോൾ അച്ഛൻ അതുപോലെ അമ്മയും ബഹുത്ത് കാം കർനെ ഹോത്തെ, ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഏക് ഓർ പാപ്പ, ഇവിടെ അച്ഛൻ കാര്യാലയ ജാത്തെ ഹെ, ഓഫീസിൽ പോവും. ഓർ ഘർ കെ ലിയെ ആവശ്യക് ബാഹരി കാമോं का, അതുപോലെ വീട്ടിന് ആവശ്യമുള്ള പുറത്തുള്ള ജോലികൾ അല്ലേ, വീട്ടിനകത്ത് തന്നെ ചെയ്യാതെ പുറത്ത് പോയി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അച്ഛനായിരിക്കും. പിന്നെ വഹി മാ ഘർ കി സഫായി, ഇവിടെ വീട്ടിലെ അമ്മ വീട് വൃത്തിയാക്കുക, പിന്നെ ഫുഡ്, കപ്പടെ ധോന, ഹം സഭോം കോ പഠാന അല്ലേ, കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക. ഖരീദാരി കർണ, എല്ലാ സാധനങ്ങളൊക്കെ എന്തൊക്കെ വേണം അതൊക്കെ മേടിക്കുക. ഓർ കൈ ചോട്ടെ ബഡേ കാമോं की जिम्मेदारी अपने ऊपर लेती है, അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ജോലികളുടെയും ഉത്തരവാദിത്തം അമ്മയ്ക്ക് ഉണ്ട്. हाँ वे इन कामों से एक दूसरे का हाथ बंटाते हैं. അപ്പം ഈ ജോലികൾ പരസ്പരം, അച്ഛൻ ഇപ്പം ഡ്യൂട്ടി ഇല്ല, അല്ലെങ്കിൽ വേഗം വന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് അച്ഛൻ അമ്മയെ ഹെൽപ്പ് ചെയ്യും അല്ലേ. അമ്മയ്ക്ക് ഇത്തിരി ഒഴിവുണ്ടെങ്കിൽ അച്ഛൻ്റേതായിട്ടുള്ള ജോലികളിൽ അമ്മ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട് ജോലിഭാരം കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യദി തുമ്നെ नया दौर फिल्म देखी है तो बताओ कि यह गीत फिल्म में कहानी के किस मोड पर आता है. നിങ്ങൾ ഈ നയാ ദൗർ എന്ന ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സോങ് നമ്മളിപ്പോൾ ഉള്ള സാത്തി ഹാത്ത് ബഡാന എന്നുള്ള ഈ സോങ് ഈ നയാ ദൗർ എന്ന ഫിലിമിലുണ്ട്. അപ്പോൾ നയാ ദൗർ ഫിലിം ദേഖി ഹെ തോ ബത്താവോ കി യഹ് ഗീത് ഫിലിം മേം കഹാനിക്ക് കിസ് മോഡ് പർ ആത്താ ഹെ, കഥയുടെ ഏത് ഭാഗത്തായിട്ടാണ്, ഏത് സിറ്റുവേഷനിലാണ് ഈ സോങ് വരുന്നത്. യദി തുമ്നെ ഫിലിം നഹി ദേഖി ഹെ തോ ഫിലിം ദേഖോ ഓർ ബത്താവോ. അങ്ങനെ നിങ്ങൾ ഫിലിം കണ്ടിട്ടില്ല എങ്കിൽ ഫിലിം കാണണം, എന്നിട്ട് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ആൻസർ നോക്കാം. नया दौर फिल्म में जब कच्ची सड़क को पक्का करने के लिए सब मिलजुल कर काम करते हैं तब यह गीत आता है. നയ ദൗർ എന്ന ഫിലിമിൽ എപ്പോഴാണോ കച്ചി സടക്കോ അല്ലേ, അതായത് വളരെ മോശമായിട്ടുള്ള ഒരു റോഡ് പക്കാ കർണേ കേലിയെ, അത് നീറ്റാക്കാൻ വേണ്ടിയിട്ട് റോഡ് വൃത്തിയാക്കാനായിട്ട് ചെയ്യുന്ന സമയത്ത് സബ് മിൽ ജുൽക്കർ കാം കർത്തേ ഹെ, എല്ലാവരും ഒത്തൊരുമിച്ച് ജോലി ചെയ്യുന്ന സമയത്താണ് തബ് യഹ് ഗീത് ആത്താ ഹെ, അപ്പോഴാണ് ഈ പാട്ട് ആ ഫിലിമിൽ വരുന്നത്. യഹ് ഗീത് ഉൻകെ സഹयोग उत्साह और जोश को प्रदर्शित करता है. ഈ പാട്ട് അവരുടെ കൂട്ടായ്മയും അവരുടെ ഉത്സാഹവും അവരുടെ ഒരു ആത്മവിശ്വാസവും ഒക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു സോങ് ആണ്. കഹാവത്തോം കി ദുനിയ എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അഖേല ചന ബാഡ് നഹി ഫോഡ് സക്ത, ഒരു കഹാവത്താണ്. एक और एक मिलकर 11 होता है, ഇതൊരു കഹാവത്താണ്. അപ്പം അഖേല ചന ബാഡ് നഹി ഫൂഡ് സക്ത एक और एक मिलकर 11 होते हैं. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ऊपर लिखी कहावतों का अर्थ गीत की किन पंक्तियों से मिलकर मिलता जुलता है. അപ്പം മുകളിൽ തന്നിരിക്കുന്ന കഹാവത്തിൻ്റെ മീനിങ് ഈ പോയത്തിൽ ഏത് വരികളിലാണ് വന്നിരിക്കുന്നത്? इन दोनों कहावतों का अर्थ कहावत कोश में देखकर समझो और उनका वाक्य में प्रयोग करो. അപ്പോൾ ഈ രണ്ട് കഹാവത്തിൻ്റെയും മീനിങ് കഹാവത്ത് കോഷിൽ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം അത് വാക്യത്തിൽ പ്രയോഗിക്കാനും പറഞ്ഞിട്ടുണ്ട്. ऊपर लिखी कहावतों का अर्थ गीत की किन पंक्तियों से मिलता जुलता है. മുകളിൽ തന്നിരിക്കുന്ന കഹാവത്തിൻ്റെ മീനിങ് വരുന്ന പോയത്തിലെ വരികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ആദ്യം നോക്കാം. एक अकेला दग जाएगा मिलकर बोझ उठाना. एक से मिले तो कतरा बन जाता है दरिया. एक से एक मिले तो ज़रा बन जाती है जहरी. एक से एक मिले तो राई बन सकती है पर्वत. एक से एक मिले तो इंसान बस में कर ले किस्मत. അപ്പം നമ്മൾ വായിച്ച രണ്ട് കഹാവത്തിൻ്റെയും മീനിങ് വരുന്ന വരികളാണ് ഇപ്പോൾ ഇവിടെ വായിച്ചത്. ഇനി നമുക്ക് ആ കഹാവത്തിൻ്റെ മീനിങ് എന്താണെന്നും പിന്നെ അതിൻ്റെ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് നോക്കാം. അഖേല ചന ബാഡ് നഹി ഫോഡ്താ. भले ही तुम बलवान और बहादुर हो पर अकेले दुश्मनों का सामना नहीं कर सकते. तुम्हें पता है कि अकेला चना बाढ़ नहीं फोड़ता. അപ്പോൾ ഭലേ ഹി തും ബൽവാൻ ഓർ ബഹാദുർ ഹോ, നമ്മൾ ശക്തിയുള്ളവനും ബലശാലിയൊക്കെ ആണെങ്കിൽ പോലും അഖേലി ദുഷ്മനോം ക സാമന നഹി കർ സക്തേ, നമുക്ക് ദുഷ്ടന്മാരെ ഒറ്റയ്ക്ക് നേരിടാനായിട്ട് പറ്റില്ല. തുമേം പതാ ഹേ കി അഖേല ചന ബാഡ് നഹി ഫോഡ്ത. അപ്പോൾ അഖേല ചന ബാഡ് നഹി ഫോഡ്ത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ശക്തി ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ ശത്രുക്കളെ നേരിടാനായിട്ട് പറ്റില്ല. നമുക്കതിന് നമ്മുടെ ഒരു എന്താ പറയുക ഒന്നിച്ചിട്ടുള്ളൊരു പ്രയത്നം ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു സഹായം ആവശ്യമാണ്. ഒറ്റയ്ക്ക് നമുക്ക് നേരിടാനായിട്ട് എത്ര ബലം ഉണ്ടെങ്കിലും ആ സമയത്ത് ഒറ്റയ്ക്ക് ഒരാളെ ശത്രുക്കളെ നേരിടാനായിട്ട് പറ്റില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ഏക് ഓർ ഏക് മിൽക്കർ 11 होते हैं. अगर हम मिलकर युद्ध करें तो हमारी विजय निश्चित है. आखिर एक और एक 11 होते हैं. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയം നിശ്ചിതമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആഖിർ ഏക് ഓർ ഏക് 11 होते हैं അല്ലേ, ഒന്നും ചേർന്നാൽ 11 ആകും എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് സക്സസ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. नीचे हाथ से संबंधित कुछ मुहावरे दिए गए हैं. इनके अर्थ समझो और प्रत्येक मुहावरे वाक्य में बनाओ. അപ്പോൾ താഴെ കൈയിനെ സംബന്ധിക്കുന്ന ചില മുഹാവരെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് അതിനെ വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. हाथ को हाथ न सूंझना, हाथ साफ करना, हाथ पैर फूलना, हाथों हाथ लेना, हाथ लगना. हाथ को हाथ न सूंझना, അതിൻ്റെ മീനിങ് बहुत अधिक अंधेरा होना, बहुत अधिक अंधेरा होना. हाथ साफ करना मीनिंग ठगना या चोरी करना.
ടഗ്ന യാ ചോരി കർന. ഹാത്ത് പയർ ഫൂൽന അതിൻ്റെ മീനിങ് ഘബറാ ജാന. ഹാത്ത് പയർ ഫൂൽന मतलब घबरा जाना. हाथों हाथ लेना, हाथों हाथ लेना मीनिंग तुरंत लेना या बहुत अधिक स्वागत सत्कार करना. तुरंत लेना या बहुत अधिक स्वागत सत्कार करना. हाथ लगना मीनिंग पाना. हाथ लगना मतलब क्या है? पाना. അപ്പം ഇനി ഇത് വെച്ചിട്ടുള്ള വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന നമുക്ക് സെൻറ്റൻസുകൾ നോക്കാം. ഹാത്ത് കോ ഹാത്ത് സൂഞ്ചന ബഹുത് അധിക് അന്ധേര ഹോന അതാണ് അതിൻ്റെ മീനിങ് പറഞ്ഞത് അല്ലേ. അത് വെച്ചിട്ടുള്ള സെൻറ്റൻസ് നോക്കൂ. ബിജലി ചലി ജാനെ കെ ബാദ് ഇത്തന അന്ധേര ഹോ ഗയാ കി ഹാത്ത് കോ ഹാത്ത് നഹി സൂഞ്ച് രഹാ ഥാ. ബിജലി ചലി ജാനെ കെ ബാദ് അല്ലേ, കറണ്ട് പോയതിന് ശേഷം ഇത്തന അന്ധേര ഹോ ഗയാ കി നല്ല ഇരുട്ടായിട്ടുണ്ടാകും. അപ്പോൾ ഹാത്ത് കോ ഹാത്ത് നഹി സൂഞ്ച് രഹാ ഥാ അതായത് അത്രയും ഒന്നും കാണാൻ പറ്റാത്ത കൂരിരുട്ടായി പോയി. അധികം അന്ധേര ഹോന നല്ലോണം ഇരുട്ടായി അല്ലേ. ചിലപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചം ഉണ്ടാവും, പക്ഷെ നമ്മൾ ലൈറ്റിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ലൈറ്റ് പോകുമ്പോൾ കൂടുതൽ ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സെക്കൻഡ് വൺ ഹാത്ത് സാഫ് കർന मतलब क्या है? टगना या चोरी करना. അതിൻ്റെ സെൻറ്റൻസ് നോക്കാം. मौका मिलते ही चोर ने गहनों पर अपना हाथ साफ कर दिया. ഒരു അവസരം കിട്ടിയാൽ കള്ളൻ ആഭരണങ്ങളുടെ മേലെ കൈവയ്ക്കും അല്ലേ. മോഷ്ടാവ് എപ്പോഴും നല്ലവനായിരിക്കില്ല. ഒരു അവസരം കിട്ടിയാൽ ആഭരണത്തിൽ കൈവയ്ക്കും, അത് മോഷ്ടിക്കും എന്നുള്ള അർത്ഥത്തിൽ. ടഗ്ന യാ ചോരി കർന, ഹാത്ത് സാഫ് കർന. മൗക്ക മിൽത്തെ ഹി ചോർനെ ഗഹനോं पर अपना हाथ साफ कर दिया. नेक्स्ट थर्ड वन എന്താണ്? हाथ पैर फूलना. इसका इस मुहावरे का मतलब क्या है? घबरा जाना. घबरा जाना. पुलिस को देखकर चोर के हाथ पैर फूल गया. പോലീസിനെ കണ്ടപ്പോൾ കള്ളന്റെ കൈയും കാലും വെടിച്ചു അല്ലേ. मतलब क्या है? घबरा जाना. ഫോർത്ത് വൺ എന്തായിരുന്നു? ഹാത്ത് പൈർ ഹാത്തോം ഹാത്ത് ലേന. ഹാത്തോം ഹാത്ത് ലേന അതിൻ്റെ മീനിങ് തുരന്ത് ലേന യാ ബഹുത് അധിക് സ്വാഗത് സത്കാർ കർന. इसके एक सेंटेंस देखो. नई किताब के बाजार में आते ही सबने उसे हाथों हाथ लिया. ഒരു പുതിയ പുസ്തകത്തിൻ്റെ മാർക്കറ്റിൽ എത്തിയപ്പോൾ എല്ലാവരും അത് കൈക്കലാക്കി. അതായത് പെട്ടെന്ന് അതിനെ സ്വാഗതം ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ. അതിനെ പെട്ടെന്ന് അത് അവർ കൈവശത്താക്കി അല്ലെങ്കിൽ പെട്ടെന്ന് അതിനെ സ്വാഗതം ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ. നയി കിതാബ് കെ ബാസാർ മേ ആത്തെ ഹി സബ്നെ ഉസെ ഹാത്തോം ഹാത്ത് ലിയ. നെക്സ്റ്റ് ഹാത്ത് ലഗ്ന മീൻസ് പാന. तुम नहीं जान सकते कि कितने इंतज़ार के बाद यह इनामी राशि മേരെ ഹാത്ത് ലഗി. അതായത് ഞാൻ എത്ര കാത്തിരുന്നതിന് ശേഷമാണ് ഈ സമ്മാനം എൻ്റെ കയ്യിൽ വന്ന് ചേർന്നതെന്ന് നിനക്കറിയുമോ. അപ്പോൾ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം അത് നേടിയെടുക്കുക അല്ലേ, കിട്ടുക. ഹാത്ത് ലഗന പാന എന്നുള്ള അർത്ഥത്തിൽ. നെക്സ്റ്റ് ഭാഷാ കി ബാത്തിലെ ക്വസ്റ്റ്യൻ ആണ്. ഹാത്ത് ഓർ ഹസ്ത് ഏക് ഹി ശബ്ദ കെ ദോ റൂപ് ഹൈ. ഹാത്ത് അതുപോലെ ഹസ്ത് അത് ഒരേ ശബ്ദത്തിൻ്റെ രണ്ട് രൂപങ്ങളാണ്. നീച്ചെ ദിയെ ഗയെ ശബ്ദോമേം ഹസ്ത് ഓർ ഹാത്ത്. താഴെ തന്നിരിക്കുന്ന ശബ്ദങ്ങളിൽ ഹസ്തും അതുപോലെ ഹാത്തും രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ശബ്ദോംകോ പഠിക്കർ ബത്താവോക്കി ഹാത്തോംകോ ഇൻമേം ക്യാ കാം ഹെ. അപ്പോൾ താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ ഈ കൈക്കും അല്ലെങ്കിൽ ഹാത്തോം കൈക്ക് എന്ത് ജോലിയാണ് ഈ താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. हथकड़ी, हथौड़ा, हस्तशिल्प, हस्तक्षेप, निहत्या, हथकड़, हस्ताक्षर, हथकरघ. അപ്പം ഇതൊക്കെയാണ് ആ വാക്കുകൾ. ഹാത്ത്കടി മീൻസ് ഹാൻഡ് വാച്ച്, ഹത്തൗഡ ഹാമർ, ഹസ്തശിൽപ് ഹാൻഡിക്രാഫ്റ്റ്സ്, ഹസ്തക്ഷേപ് ഇൻ്റർഫറൻസ്, നിഹത്യ അസാസിനേഷൻ, ഹത്ത്കട ജഗിൾ, ഹസ്താക്ഷർ ഹാൻഡ് റൈറ്റിംഗ്, ഹത്ത്കർഗ ഹാൻഡ്ലൂം. അതാണ് ഇതിൻ്റെ മീനിങ്. ഹാത്ത്കടി. ഹാത്ത്കടി ഹാത്ത് കി കലായി പർ പഹനി ജാത്തി ഹൈ. കയ്യിൽ ധരിക്കുന്ന ഒരു വാച്ച്. हथौड़ा एक ऐसा लोहे का औजार है जिसे हाथ से पकड़कर चलाया जाता है. കയ്യിൽ പിടിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലോഹത്തിൻ്റെ ഒരു ആയുധമാണ് ഹത്തൗഡ. हस्तशिल्प इस शिल्पकारी को हाथ से किया जाता है. ഹസ്തശില്പം അല്ലേ, കൈകൊണ്ട് ഉണ്ടാക്കുന്ന ശില്പങ്ങൾ. हस्तक्षेप बीच बचाव करने के लिए. इसका अर्थ है दखल देना.
ബീച്ച് ബച്ചാവ് കർണേ കെ ലിയേ ഇസ്കാ അർത്ഥ ഹെ ദഖൽ ധേന. അതായത് നമ്മൾ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നത്തിൽ ഇടപെടുക, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കൈകടത്തുക അല്ലെങ്കിൽ ഇടപെടുക. നെക്സ്റ്റ് നിഹത്യ, ജിസ്കെ ഹാത്ത് മേം കോയി ഹത്യാർ ന ഹോ ഉസെ നിഹത്യ കഹത്തെ ഹെ. ആരുടെ കയ്യിലാണോ ആയുധങ്ങളൊന്നും ഇല്ലാത്തത് എന്ന് പറഞ്ഞത് അസാസിനേഷൻ ആണ്, വധമാണ്. हथकड़ा किसी कार्य को पूरा करने के लिए अनुचित तरीका अपनाने को हथकड़ा कहते हैं. इसमें भी हाथ का कार्य नहीं है. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അനുചിതമായിട്ടുള്ള ഒരു മാർഗം സ്വീകരിക്കുക. അപ്പോൾ ഇവിടെ ഹത്തുകട എന്ന് പറഞ്ഞാൽ അവിടെ കൈക്കൊരു ജോലിയൊന്നുമില്ല, പക്ഷേ നമ്മൾ എന്താണ് ഹാത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമെങ്കിലും അവിടെ കൈക്ക് ജോലിയൊന്നുമില്ല. അപ്പം നമ്മളൊരു കാര്യം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് യോജിച്ച ഒരു മാർഗം സ്വീകരിക്കുന്നതിനെയാണ് ഹത്തുകട എന്ന് പറയുന്നത്. ഹസ്താക്ഷർ ഹാത്ത് സെ അപ്ന നാം ലിഖ്കർ കിസി കാര്യ ഹേതു സ്വീകൃതി ദേന. കൈകൊണ്ട് നമ്മുടെ പേര് എഴുതിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിക്കുന്നത്, നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിനെയാണ് ഹസ്താക്ഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൈക്ക് ജോലിയുണ്ട്. ഹത്ത്കർഗ ഹാത്ത് സേ കിയേ ജാനേ വാലെ ചോട്ടെ മോട്ടെ ഉദ്യോഗ ധന്ദേ. കൈകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ തൊഴിലുകൾ, ജैसे ചർഗ ചലാന, കപ്പട ബുനന, ടോക്കരി ബുനന ആദി. എന്തൊക്കെയാണ് ചെറിയ ചെറിയ വ്യവസായങ്ങൾ കൈകൊണ്ട് ചെയ്യുന്നത്? ചർഗ ചലിപ്പിക്കുക, അതുപോലെ കപ്പട വസ്ത്രം നെയ്യുക, അതുപോലെ കുട്ട നെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. नेक्स्ट क्वेश्चन, इस गीत में पर्वत, शीश, रास्ता, इंसान शब्दों के प्रयोग हुए हैं. इन शब्दों के प्रचलित रूप लिखो. അപ്പോൾ ഈ പോയത്തിൽ പർബത്ത്, സീസ്, റസ്ത, ഇൻസാം എന്ന് പറഞ്ഞ ചില ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ഇപ്പോൾ പ്രചാരത്തിലുള്ള രൂപം എന്താണെന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. പർബത്ത്, പഹാഡ് അല്ലെങ്കിൽ പർവ്വതം അല്ലേ. പർബത്ത് എന്ന് വെച്ചാൽ പഹാഡ് എന്ന് പറയും, പർവ്വതം എന്ന് പറയും. സീസ് മീൻസ് ശീഷ്, സിർ, മാഥ, അതൊക്കെയാണ് സീസിൻ്റെ ഇപ്പോൾ പ്രചാരത്തിലുള്ള രൂപങ്ങൾ. ശീഷ്, സിർ, മാഥ. റസ്ത, രാസ്ത. ഇൻസാം, ഇൻസാൻ, മനുഷ്യ. കണ്ടോ? അപ്പോൾ പർബത്ത്, സീസ്, റസ്ത, ഇൻസാം എന്ന് പറഞ്ഞിട്ട് ഈ പോയത്തിൽ കൊടുത്തിട്ടുള്ള ആ ശബ്ദത്തിൻ്റെ ഇപ്പോൾ നിലവിലുള്ള പ്രചാരത്തിലുള്ള രൂപങ്ങൾ മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, कल घैरों की गातिर की आज अपनी गातिर करना. इस वाक्य को गीतकार इस प्रकार कहना चाहता है. तुमने कल गैरों की खातिर की आज अपनी खातिर करना. तुमने कल गैरों की खातिर मेहनत की, आज तुम अपनी खातिर करना. इस वाक्य में तुम करता है जो गीत की पंक्ति में चंद बनाए रखने के लिए हटा दिया गया है. ഈ വാക്യത്തിൽ തും എന്നുള്ളത് കർത്താവാണ്. അപ്പോൾ ഈ പോയത്തിൻ്റെ ആ വരികളിൽ ചന്ത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ചന്തിന് വേണ്ടിയിട്ടാണ് ആ വാക്ക് എടുത്തു മാറ്റിയിട്ടുള്ളത്. ഉപരിക്ത പങ്ക്തി മേം രാഗാംഗത ശബ്ദ അപ്നി കാ പ്രयोग കർത്ത തും കെ ലിയെ ഹോ രഹാ ഹെ. അപ്പോൾ കർത്താവിന് വേണ്ടിയിട്ടാണ് തും എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഇസ്ലിയെ യഹ് സർവനാം ഹെ അല്ലേ. തും എന്നുള്ളത് സർവനാമമാണ്. ऐसे सर्वनाम जो अपने आप के बारे में बताए निजवाचक सर्वनाम कहलाते हैं. അപ്പോൾ സ്വയം ऐसे സർവനാം, ഇങ്ങനെയുള്ള സർവനാം जो अपने आप के बारे में बताए, സ്വയം അവരവരെ കുറിച്ച് തന്നെ പറയാൻ വേണ്ടിയിട്ട് അല്ലേ. अपने आप के बारे में बताए നിജവാചക് സർവനാം എന്നാണ് പറയുന്നത്. നിജ് का अर्थ अपना होता है. നിജ് മീനിങ് എന്താണ്? अपना होता है. निजवाचक सर्वनाम के 3 प्रकार होते हैं जो नीचे दिए वाक्यों में रेखांकित है. അപ്പോൾ നിജവാചക് സർവനാമിന് 3 പ്രകാരമാണുള്ളത്. അത് താഴെ തന്നിരിക്കുന്ന വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. मैं अपने आप घर चली जाऊंगी. बब्बन अपना काम खुद करता है. सुधा ने अपने लिए कुछ नहीं खरीदा. अब तुम भी निजवाचक सर्वनाम के निम्नलिखित रूपों का वाक्यों में प्रयोग करो. അപ്പോൾ നിജവാചക് സർവനാമിൻ്റെ ചില ഉദാഹരണങ്ങളാണ്
എല്ലാം സ്വയം ചെയ്യുന്നതാണ്. മേ അപ്പിനെ ആപ്പ് ഘർ ചലി ജാऊंगी, ഞാൻ സ്വയം വീട്ടിലേക്ക് പൊക്കോളാം. ബബൻ അപ്നാ കാം ഖുദ് കർത്താ ഹെ, ബബൻ അവൻ്റെ ജോലി സ്വയം ചെയ്യുന്നു. സുധാനെ അപ്നെ ലിയെ കുച്ച് നഹി ഖരീദ, സുധ അവൾക്ക് വേണ്ടി ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ് നിജവാചക സർവനാം. അതിൻ്റെ ചില നിജവാചക സർവനാമ രൂപങ്ങൾ താഴെ തന്നിട്ടുണ്ട്, അത് വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്നെ കോ, അപ്നെ സേ, अपना, अपने पर, अपने लिए, आपसे, में, आपस में. അപ്പം ഇതൊക്കെയാണ് നിജവാചക സർവനാം. ഇത് വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. अपने को, हमें अपने को दुश्मन से बचाना है. अपने पर, मुझे अपने पर भरोसा है. अपने से बड़े व्यक्तियों की बात मानना चाहिए. अपने लिए, हमें अपने लिए कुछ वक्त निकालना चाहिए. अपना, आप इसे अपना ही समझिए. आपस में झगड़े मत करो. കണ്ടോ, എല്ലാം നിജവാചക സർവനാമാണ്. അതിൻ്റെ വാക്യത്തിൽ പ്രയോഗിച്ചിട്ടുള്ള രൂപങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പം ഇത്രയുമാണ് അതിൻ്റെ ഭാഷാ കി ബാത്തും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.